ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം പ്രായമാകും തോറും നമ്മുടെ സ്കിന്ന് സാഗിങ് ആകുന്നു, ലാഫ് ലൈൻ വീഴുന്നു, കഴുത്തിലൊക്കെ ഞൊറു വീഴുന്നു, അങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു പ്രതിവിധി, അതിനു വേണ്ടി ഉള്ള ടിപ്സ് ഇങ്ങനെ പല പല ടിപ്സുകൾ പറഞ്ഞുതരാം. ഇത് ഡെയിലി ചെയ്താൽ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ജലാംശം കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുറഞ്ഞത് കുടിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യമായിട്ട് നാം ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നെറ്റിയിൽ വരുന്ന ചുളുക്കുകൾക്കൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളിങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാനുണ്ടെങ്കിൽ ഈ വിരൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഐബ്രോസിനോട് ചേർന്ന് ഈ കണ്ണിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഐബ്രോസിൻ്റെ എൻഡിൽ വന്ന് ടച്ച് ചെയ്ത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു 5 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്സാണ്. അല്ല വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലെങ്കിൽ തന്നെ ഇങ്ങനെ 2 വിരൽ പിടിച്ചിട്ട് ഈ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ണി കൈ കൊള്ളാൻ പാടില്ല. ഈ ഐബ്രോസ് ഇവിടെ ഒരു ബോണുണ്ട്, ആ ബോണിൻ്റെ മൂക്കിൻ്റെ എൻഡിലും ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിലുമായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പതുക്കെ പിഞ്ച് ചെയ്ത് ഈ ഐബ്രോസിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് പ്രസ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് നമ്മളൊരു 5 പ്രാവശ്യം ഡെയിലി ചെയ്യുക. ഇത് തലവേദനയ്ക്ക് മൈഗ്രെയിനൊക്കെ നല്ലതാണ്. അതുപോലെ ഈ കണ്ണിൻ്റെ സൈഡിൽ വരുന്ന സൺഗ്രോസിനൊക്കെ ഇത് നല്ലൊരു പ്രിവെൻറ്റേജാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ഈ പ്രസ്സിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ കൺപോള തൂങ്ങുന്ന ആ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുക, വീണ്ടും തഴുകി കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അത് കഴിഞ്ഞ് കൺപോള ഇവിടെ താഴെയും ഈ ഇവിടെയൊക്കെ വരുന്ന ബോണ്ട് അവിടെ നമ്മളിങ്ങനെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വീണ്ടും ഈ ഐബ്രോസിൻ്റെ എൻഡിൽ ഇത് ടെൻഷൻ പോയിൻ്റാണ്, ഇവിടെ കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൺഗ്രോസൊക്കെ മാറുന്നതായിരിക്കും. അത് നമ്മളിങ്ങനെ 3 പ്രാവശ്യം ഈ ടിപ്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നെറ്റി വരുന്ന ചുളുക്കുകൾ. ഈ നെറ്റി വരുന്ന ചുളുക്കുകളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യണം, ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ കൂടി ഇങ്ങനെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യം ഒരു പ്രസ്സിങ് ഇങ്ങനെ ചെയ്യുക, കണ്ട സൈഡിൽ കൊണ്ടുവന്ന് ടെൻഷൻ പോയിൻ്റ് വന്ന് പ്രസ് ചെയ്ത് നിർത്തുന്നു. വീണ്ടും അതേപോലെ തന്നെ നെറ്റിയുടെ സെൻറ്ററായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഈ ടെൻഷൻ പോയിന്റിൽ വന്ന് നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കൈ മുകളിലോട്ട് കൊണ്ടുവന്ന് നെറ്റിയുടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു. അതേപോലെ വേറെ ചെയ്യുകയാണെങ്കിൽ ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നമ്മൾ പതുക്കെ അധികം ഫോഴ്സ് കൊടുക്കാതെ ഇങ്ങനെ അങ്ങോട്ട് 1 by 1 ആയിട്ട് ഫിംഗർ വെച്ചിട്ട് തഴുകിയിട്ട് ഇങ്ങനെ ഈ ഐബ്രോസിൻ്റെ നെറ്റിയുടെ മുകളിൽ കൂടി നമ്മളിങ്ങനെ പതുക്കെ തഴുകി ഈ ടെൻഷൻ പോയിന്റിൽ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുന്നു. 3 പ്രാവശ്യം ചെയ്താൽ നമുക്ക് ഈ നെറ്റിയിലുള്ള ചുളുക്കുകളെല്ലാം മാറുന്നതായിരിക്കും. ഇത് ഡെയിലി നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്സാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ലാഫ് ലൈൻ എല്ലാവരുടെയും പ്രശ്നമാണ്, ലാഫ് ലൈൻ വീഴുക. ചിരിക്കുമ്പോൾ വരുന്ന ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു 40 above കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ലാഫ് ലൈൻ വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഡെയിലി നമുക്ക് ഈ ചീക്ക് ബോൺ, ഇവിടെ ഒരു ബോണുണ്ട്, ആ ബോണിന് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഈ ബോൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കണ്ണിൽ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ശകലം എന്തെങ്കിലും കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ക്രീമോ എന്തെങ്കിലും ചെയ്തതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവും. അതുകൊണ്ട് എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും കയ്യിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ചെയ്യുക. ഈ ചീക്ക് ബോണിൽ ഈ കാണുന്ന ഈ ബോണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ചെവിയുടെ സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മൾ ചെവിയുടെ ബാക്കിലോട്ട് കൊണ്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുക്കുക. ഈ ചെവിയുടെ അകത്ത് ഇങ്ങനെ ഒരു മസാജ് ചെയ്യുക, പതുക്കെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഈ ലാഫ് ലൈൻ മാറാനായിട്ടുള്ള നല്ല ഒരു ടിപ്സാണ്. ഇതെല്ലാവർക്കും ചെയ്യാം. ഈ ചീക്ക് ബോൺ സ്വന്തമായിട്ടാണെങ്കിൽ അവരവരുടെ ചീക്ക് ബോൺ എവിടെയാണെന്ന് നോക്കുക,
എന്നിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സൈഡിൽ കൊണ്ടുവന്ന് ചെവിയുടെ ബാക്കിൽ കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. അത് നമുക്ക് ഈ ലാഫ് ലൈൻ മാറാനായിട്ടുള്ള നല്ലൊരു ടിപ്സാണ്. അതേപോലെ തന്നെ ഈ ലിപ്സിൻ്റെ സൈഡ് ഇത് ടെൻഷൻ പോയിൻ്റാണ്, പെട്ടെന്ന് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന ഒരു പോയിൻ്റാണ് ഈ ചുണ്ടിൻ്റെ സൈഡ്. ഇവിടെ നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്ത് അതും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തഴുകി കൊണ്ടുവന്ന് ചെവിയുടെ ബാക്കിൽ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്ലോക്ക് വൈസ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെ ഒരു 3 പ്രാവശ്യം ഇത് ചെയ്താൽ തന്നെ നമുക്ക് ലാഫ് ലൈൻ നല്ലതായിട്ട് ചേഞ്ച് ചെയ്യും. പിന്നെ അടുത്ത പ്രശ്നമാണ് എല്ലാവർക്കും ഈ സാഗിങ്. അത് ഒരു 50 ഒക്കെ ആകുമ്പോഴത്തേനും വീണ് തുടങ്ങും, നമ്മുടെ മാംസങ്ങൾ മസിൽ ലൂസ് ആവുന്നതുകൊണ്ട് സാഗിങ് ആവും. അപ്പോൾ അതിന് നല്ലൊരു പ്രതിവിധിയാണ് ഈ ടിപ്സ്. നമ്മുടെ ഈ താടി ബോൺ ഈ എല്ല് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് അകത്തോട്ട് ഈ ബോൺ ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് അത് ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് ഇങ്ങനെ ആൻറ്റി കൊണ്ടുവരിക, ചെവിയുടെ ബാലൻസിൽ ബാക്കി കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. അത് വീണ്ടും നമ്മളിങ്ങനെ ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താലും നമ്മൾ കയ്യിൽ ക്രീമോ ഓയിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ശേഷമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ചെവിയുടെ ബാക്കിൽ കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഇത്രയും നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്ന് സ്കിന്ന് പ്രായമായാലും സ്കിൻ എന്ന് നല്ലതായിട്ട് ഇരിക്കും. ഇതെല്ലാവരും ദിവസം ചെയ്ത് നോക്കുക. അതേപോലെ അടുത്ത പ്രശ്നമാണ് കഴുത്തിൻ്റെ ചുളുക്ക്. കഴുത്തിൽ ഒരുപാട് ചുളുക്ക് വരുന്നു. അപ്പോൾ അതിന് വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൽ ഇപ്പോൾ ഫേസ് മാത്രം നമ്മൾ ശരിയാക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിൽ വരുന്ന റിങ്കിൾസ് അത് മാറ്റാനായിട്ട് നല്ലൊരു പ്രതിവിധിയാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്ക് ഇവിടുത്തെ ഈ ചുളുക്ക് മാറാൻ വേണ്ടി ഈ ചുളുക്കുകൾ മാറാൻ വേണ്ടി മുകളിലോട്ട് നോക്കിയിട്ട് എത്രയും മാത്രം നമ്മൾ കഴുത്ത് ബാക്കിലോട്ട് എടുക്കാമോ അത്രയും നോക്കിയിട്ട് ചവയ്ക്കുക. നോക്കി നമ്മളിതുപോലെ എത്രയും മാത്രം കഴുത്തിരിക്കാമോ അത്രയും മാത്രം തിരിച്ചുകൊണ്ട് ഇതേപോലെ ചവയ്ക്കുക. അപ്പോൾ ഈ സൈഡിലുള്ള സ്കിൻ ഇതുപോലെ ടൈറ്റ് ആവും. ഈ മസിൽ ടൈറ്റ് ആവുന്നതോടും നമുക്ക് ഇവിടുത്തെ ചുളുക്കുകൾ കുറയും. ഇതേപോലെ തന്നെ ഒരു മിനിറ്റ് റൈറ്റിലോട്ട് തിരിക്കാമോ തിരിച്ചുകൊണ്ട് വീണ്ടും ഇതുപോലെ ചവയ്ക്കുക. വാ തുറന്ന് നല്ലതായിട്ട് ചവയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ ഉള്ള സ്കിൻ മസിലെല്ലാം വീണ്ടും ടൈറ്റ് ആവും. ഇത് നമുക്ക് ഇത് നല്ലൊരു പ്രിവെൻറ്റേജാണ്. നമ്മുടെ കഴുത്തിലെ ചുളുക്ക് കുറയ്ക്കാൻ പറ്റും നല്ലൊരു പ്രിവെൻറ്റേജാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഡെയിലി ഒരു 3 പ്രാവശ്യമെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ ടിപ്സുകൾ എല്ലാം ചെയ്യുകയാണെങ്കിൽ എന്ന് നമ്മൾ പ്രായം കുറഞ്ഞ സ്കിന്നുമായിട്ട് ഫേസായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും നല്ല ടിപ്സാണ്. ഇതെല്ലാം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമ, എൻ്റെ ടിപ്സ് ഇഷ്ടപ്പെട്ടോ? ഓക്കേ.